നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം നമ്മുടെ തണ്ണിമത്തൻ തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ നിർദ്ദേശങ്ങൾ തരാന്ന് പറഞ്ഞ് പോയതാണ്. കുറെ കാര്യങ്ങൾ ഫോണിൽ കൂടി എന്നും തരുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് നമ്മളെ തോട്ടം കണ്ടിട്ട് എന്ത് തോന്നണേ? മാഷാഅല്ലാ, അടിപൊളിയായിക്കണേ, ഉഷാറായിക്കണേ. ഇതിപ്പോ തൈ വെച്ചപ്പോഴേ ഇതിന് കൂടെ കണ്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇതിന്റെ കൂടെ കുറച്ച് കുണ്ടല്ലേ, ഇതിന് മണ്ണിട്ടിട്ട് നല്ല പൊടി മണ്ണ് ഇവിടെ ഈ സൈഡിൽ നിന്ന് വാരിക്കാണ്ട് തൈ ഇങ്ങനെ വെക്കുമ്പോ തന്നെ എന്ത് പണിയാ, ഈ ഷീറ്റിനൊപ്പത്തിന് മണ്ണ് വരുന്ന രീതിയിലല്ലേ, ഒപ്പത്തിന് ഇങ്ങനെ മണ്ണ് വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്താൽ ഇത് ഉഷാറാവും. ചില തൈകൾ അടിയിൽ പോയിട്ടുണ്ട്, ചെറിയ തൈയേക്കാരത്. നമുക്ക് ആദ്യം ഹോളിൽ കുറച്ച് ആദ്യം മണ്ണിട്ട് കൊടുത്തിട്ട് അതിന്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. പൊന്തി വരില്ലേ? പൊന്തി വരും. ഇതിന്റെ സൈഡിലൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. ഈ ഷീറ്റ് കവർ ചെയ്ത് നിന്നാല് നഞ്ഞ മണ്ണാകുമ്പോ ഒന്നും കൂടെ ഉഷാറാവും. ഇതിങ്ങനെ ഷീറ്റ് കവർ ചെയ്തിട്ട് ഈ ഷീറ്റ് ഇതിന്റെ മേലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തൈ നശിച്ചു വാടിപ്പോവും. മണ്ണെപ്പോഴും ഒപ്പിട്ട് കൊടുത്താൽ ഉഷാറായിട്ട് നല്ല കരുത്തോടെ തൈ വളർന്നുകൊണ്ട് പോകും. മൾച്ചിങ് ഷീറ്റിന് ഹോൾ ഇടുന്ന സമയത്ത് നമ്മൾ ചോദിക്കാൻ വിചാരിച്ച ചോദ്യമാണ്, എന്തിനാ എന്നെ കൊണ്ട് ഹോളില്ലാത്ത ഷീറ്റ് ഇടിപ്പിച്ച്? ഹോളുള്ള ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പണി ഒഴിവാക്കി വിടാനില്ലേ? ഇത് ചിലപ്പോൾ വലിച്ചാലൊന്നും കിട്ടൂല. ഫസ്റ്റ് ആയിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ പൈപ്പ് ഒരു തലക്കുന്ന വലിച്ചാണ്ട് കിട്ടും. പിന്നെ ഷീറ്റ് നമ്മൾ കൂടെ ഇങ്ങനെ വലിക്കണം. പിന്നെ ഒരാൾ അപ്പുറത്ത് ചവിട്ടിയിട്ട് ഇപ്പുറത്ത് വലിച്ചിട്ട് ഇവിടെ മണ്ണിടണം. ഇവിടെ വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെകന ഷീറ്റ് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോള് കറക്റ്റ് ആവില്ല. ചിലപ്പോൾ വെള്ളം കിട്ടാത്തപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു 4 ദിവസം 5 ദിവസം ഇങ്ങനെ നനച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഹോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിന്റെ എരുത്തേക്ക് തന്നെ വെള്ളം എത്തും. ഞാൻ എൻ്റെ ട്രേ കണ്ടപ്പോൾ ആകെ സങ്കടമായി. ഇതൊക്കെ ഇതിനൊക്കെ എലി തിന്നല്ലേ. ഞാനിങ്ങനെ നോക്കി, ഇത് പരിപ്പുണ്ട് എടുത്തുകാണ്ട് പോയി. 2 ട്രേ അല്ല, ഒരു 1000, 1200, 1300 എന്റെ നാശാക്കി നോക്കാം. ഇത് പോയി നല്ല റേറ്റുള്ള വിത്തിന്റെ ഇതിനൊക്കെ ആകെ എനിക്ക് കിട്ടിയിട്ടുള്ള 10. അത് കാണുമ്പോ നമുക്ക് സങ്കടാ. അകത്ത് എല്ലോ പുറത്ത് എല്ലോ വരുന്ന വെറൈറ്റി. അകത്ത് ഈ എലിന്റെ ഒരു ശല്യം കാരണം അത്ര എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എല്ലാ ക്ലാസ് കൊടുത്തു തന്ന്, പക്ഷെ എലി വരുന്നവരോട് പറയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു എലി അപ്ഷാറിന്റെ മുകളിലൊക്കെ എലി വരും എന്നുള്ളത് നമുക്ക് അത്ര ഇതില്ലേ, ശ്രദ്ധല്ലേ. ആകെ നമുക്ക് ഈ 8 തൈ അതിമന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തയ്യ കിട്ടില്ല, ബാക്കിയൊക്കെ പോയതാ. എല്ലോ ഗ്രീൻ നമുക്കൊരു സങ്കടാ. ഇതേതാ മറ്റേ സാധനം എല്ലോ ഇത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇറാനി ഇതിനൊന്നും കിട്ടിയിട്ട് ആകെ 5 തയ്യായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ ഏത് വെറൈറ്റി നോക്ക്, അകത്ത് പുറത്ത് എല്ലോ, അകത്ത് റെഡ് വരുന്ന സാധനം കാണുമ്പോ സങ്കടാടാ. നമ്മളത്രയും നോക്കിട്ട് 10-12 ദിവസം ഇത് അത്രയും കുട്ടികളെ നോക്കണ മാതിരി. ഞാൻ എല്ലാം പറഞ്ഞത് എലിയുള്ള എനിക്കിതുവരെ ഈ എലിന്റെ ഒരു അനുഭവം എനിക്ക് വന്നിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞതന്നെ എനിക്ക്. പക്ഷെ ഇത് ഇങ്ങനെ ഇപ്പൊ ഇത് ഇത്രയല്ലേ കണ്ടത്. ഇനി ഇങ്ങോട്ട് വാ, ഈ തെങ്ങുന്നേരത്ത് നോക്കാം. ഇങ്ങോട്ട് നോക്ക്, ഇത് മൊത്തം പോയതാ. ബ്രയേ, ഇജ് 1 ഏക്കറിൽ 4000 വിത്താ പറഞ്ഞത്. നമ്മളെ ബാക്കിൽ ഈ കാണുന്ന സ്ഥലത്ത് ഏകദേശം 75-80 സെന്റിന്റെ അടുത്തേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ 4000-ന് മുകളിൽ സീഡ് പോകാനുള്ള സ്പേസ് ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ എന്നോട് പറഞ്ഞത് ഒരു 1.5 മീറ്റർ 2 മീറ്ററിന് ഒരു പറച്ചല്, ഒരു 1.5 മീറ്ററിന് അടുത്ത് ഇടാന്ന് പറഞ്ഞത്. ഈ ഏരിട്ട് വന്നപ്പോ ചിലത് 1 മീറ്റർ ഉള്ളൂ, ചിലത് 1ന്റെ കുറവുണ്ട്. അതൊന്നും വിഷയമില്ല. ഈ വള്ളി ഇങ്ങനെ തിക്കായി ഇങ്ങനെ കിടക്കുമ്പോഴേ പ്രശ്നമില്ല എന്നാണ് എന്റെ ഒരു ഇതിലുള്ളത്. നമുക്ക് ഈ കായ പിടിച്ചു കഴിഞ്ഞാല് കായയുടെ വളർച്ചക്കോ അല്ലെങ്കിൽ കായപിടുത്തത്തിന് കുറവ് ചാൻസ് ഉണ്ടാ. നമ്മൾ ചെയ്തത് ഒരു 1.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഉള്ളുകൂടി നടക്കാനുള്ള സ്പേസ് വേണല്ലേ. നടക്കാൻ അങ്ങനെ വള്ളി മുറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നടക്കാനൊന്നും കഴിയില്ല. പിന്നെ അതിനനുസരിച്ചിട്ട് ഇതൊരു 17-18 ദിവസം പൂടും. ഫ്ലവറിങ് വന്ന് വള്ളി മുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കുക. വളമൊക്കെ ഉഷാറായിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ഞാൻ വിളവെടുക്കാൻ വരും. ഇത് ഫസ്റ്റ് ആയിട്ട് ചെയ്യാണ് എന്നുള്ളതൊന്നും അറിയാം. എനിക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഇതിൽ ചെയ്യാന്നുള്ള എല്ലാവരും വിചാരിക്കുള്ളൂ. സുഹൃത്ത് ഇബ്രാഹിം നമ്മുടെ തോട്ടത്തിൽ വന്നത് വെഞ്ചർ സെറ്റ് ചെയ്യാനും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കി കാഴ്ചകൾ നാളെ.